ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു കാന്താര മൂവി കാണാൻ പോയ സ്റ്റോറി ആയാലോ. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടാ ഈ ഒരു കാന്താര മൂവി കാണാൻ പോയത്. അതും ഫസ്റ്റ് ഷോനാണ് പോയത്, 9 മണിക്കത്തെ ഷോന്. അപ്പം നമുക്ക് ഫുൾ വീഡിയോ കാണാം. രാവിലെ ഒരു 8:30 ഒക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിക്കത്തെ ഷോ ആണ്. അപ്പോൾ നല്ല സ്പീഡ്, റോഡ് കാലിയായതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഡോംബുലി തന്നെ പലാവ സിറ്റി ഉണ്ട്, ലോധേൻ്റെ. അപ്പോൾ അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ തിയേറ്ററും ഷോപ്പിംഗ് മാളും ഒക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ കേരള സ്റ്റോറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് മലയാളികൾ, അതായത് മുമ്പ് താമസിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു കമൻറ്റ് ചെയ്തിട്ട് ഏതാ സ്ഥലം ഏതാ ഷോപ്പ് എന്നൊക്കെ ഒന്ന് പറയണം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ മുംബൈയിലെ വിശേഷങ്ങളൊക്കെ അറിയാനും സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കല്യാൺ ശിൽപ്പാട്ട റോഡിലാണ് കേട്ടോ ഈ ഒരു പലാവ സിറ്റി വരുന്നത്. അവിടെ ഷോപ്പിംഗ് മാൾ ഉണ്ട്, എക്സ്പീരിയ എന്ന് പറഞ്ഞിട്ട് നല്ല വലിയൊരു ഷോപ്പിംഗ് മാളാണ്. അവിടെ ഒരുപാട് ഷോപ്സും അതുപോലെ തന്നെ സിനിമ തിയേറ്ററും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം സെൻറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് റോഡ് സൈഡിൽ മണീസ് കഫേ വന്നിട്ടുണ്ട്. ഈ മണീസ് കഫേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഫേ ആണ് കേട്ടോ. സൗത്തിലുള്ള ഒട്ടുമിക്ക ഡിഷസും നല്ല ക്വാളിറ്റിയിൽ, അതും നല്ല നീറ്റായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് നിന്ന് കഴിക്കാൻ പറ്റുമേ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നോർത്തിലുള്ളിയും സൗത്തിലുള്ളിയും എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. മാട്ടുങ്കൽ ഉണ്ടാകുമ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ ഏട്ടൻ്റെ കൂടെ. ഏട്ടനെ ഇവിടുത്തെ ഈ പൊങ്കൽ ഇല്ലേ ഇപ്പോൾ ഏട്ടൻ കഴിക്കുന്ന ഈ സാധനം, ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏട്ടൻ പൊങ്കലും ഞാനും അച്ചും വടയും സാമ്പാറൊക്കെ എന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ദോശൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടാനുണ്ട്. പല പല ടൈപ്പ് ദോശകളുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, വട, പിന്നെ പൊങ്കൽ, അതുപോലെ ഒരുപാട് നീർദോശ. നമ്മുടെ സൗത്ത് സൈഡിലുള്ള ഒട്ടുമിക്ക ഐറ്റംസും ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുമേ. അതും നല്ല നീറ്റായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നതും. പിന്നെ ഇത് മുമ്പ് മാട്ടെങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. മാട്ടെങ്കിൽ ഇതിൻ്റെ വലിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത കാലത്തായിട്ട് അത് അടച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ വടയൊക്കെ ഇങ്ങനെ സാമ്പാറിൽ പൊട്ടിച്ചിട്ടിട്ട് ഇതുപോലെ കഴിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയും കുറച്ച് ഞാൻ കഴിച്ചു നോക്കിയേ. അപ്പോൾ സിനിമേൻ്റെ സമയമായി. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഇല്ലതുകൊണ്ട് നല്ല കാര്യമാണ്. സിനിമക്കൊക്കെ രാവിലെ വരുവാണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാമല്ലോ. ഇനി നമുക്ക് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് അത് അവിടെ എക്സ്പീരിയൻ കാണുന്നില്ല, അങ്ങോട്ടേക്ക് വന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാന്നേ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പീരിയ മാളാണ്. അതിൻ്റെ തൊട്ട് പറകിൽ നിങ്ങൾ കുറേ ബിൽഡിംഗ് കാണുന്നില്ലേ, അതൊക്കെ ലോധയുടെ ഫ്ലാറ്റുകളാണ് കേട്ടോ. അപ്പോൾ മാളൊന്നും തുറന്നിട്ടില്ല. 9 മണിയാവുന്നതേ ഉള്ളൂ, മാള് തുറക്കേണ്ട സമയമാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ 4th ഫ്ലോറിലങ്ങനെയാണ് ടാക്കീസ് വരുന്നത്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ചാർജ് കൊടുക്കണം നമുക്ക്. അത് 50 രൂപയാണ് 2 വീലറിന്. അപ്പോൾ ഒരു റെസിപ്റ്റ് തരും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ റെസിപ്റ്റ് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല. പാർക്കിംഗ് ഏരിയ മൊത്തം കാര്യമായിരുന്നു. ഏതായാലും ഇവിടുത്തെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും മാളുകളൊക്കെ വന്നില്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ മാളുകളൊക്കെ ഒരുപാടായില്ലേ. അപ്പോൾ ഇതാ ഇവിടെ പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. കല്യാൺ ശിൽപ്പാട്ട റോഡിലുള്ള ലോധയുടെ പലാവ സിറ്റിയിലാണ് ഈ ഒരു മാള് വരുന്നത്. എക്സ്പീരിയ എന്നാണ് കേട്ടോ മാളിൻ്റെ പേര്. അപ്പോൾ അറിയുന്നവരും പോയവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ജലദോഷം വന്നതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിനൊരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. വേറെ വണ്ടികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ നമ്മൾ തിരക്കുള്ള സമയത്ത് വരുന്നതിനെക്കാട്ടും വേറെ എന്തോ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു സമയത്ത് വന്നപ്പോൾ. നമ്മൾ അധികം വരുന്നത് കുറച്ചും കൂടി സമയമായതിന് ശേഷം ഷോപ്പുകളെല്ലാം ഓപ്പൺ ആയിട്ടില്ല ആ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതും വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ നമ്മൾ മാത്രം വരുമ്പോൾ എസ്കലേറ്ററുകളൊന്നും ചാലുമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് കയറുവാന്ന്. നോർമലി അച്ചു വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുവാന്ന് കുറച്ച് സമയം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ചാലുമാവുമെന്നുള്ളത്. അങ്ങനെ പോകുന്നത് കാന്താര കാണാനാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷനും കൊണ്ടാണ് പോകുന്നത് കേട്ടോ. കാന്താര ഫസ്റ്റ് ഞാൻ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ കണ്ടതായിരുന്നേ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയാണ് പോകുന്നത്. മാളിൻ്റെ ഉള്ളിൽ ഇതാ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ.
അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ പോക്ക്. ഈ ഒരു ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇതിൻ്റെ ആ ട്രീ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നേ. ഓരോരോ തവണ വരുമ്പോൾ ഇവിടെ ഓരോരോ ടൈപ്പിലാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇതാ ട്രെൻഡ്സൊക്കെ ഇതാ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഷോ, അതായത് ഫസ്റ്റ് ഷോ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഇതിന് മുന്നേ തുടരും കാണാൻ പോയതും ഏകദേശം ഈ ഒരു സമയത്തായിരുന്നു കേട്ടോ ഫസ്റ്റ് ഷോന്. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വേറെ ആരും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ ടി വി വെച്ച പോലെ നമ്മൾ മാത്രം ഇരുന്ന് കാണുന്നത്. അത് ഏകദേശം ഷോ ഇവിടുന്ന് പോകാനാവുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ പോയി കണ്ടത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇന്നേതായാലും കാന്താര കാണാൻ വേണ്ടി പോവാന്ന്. ഒരുപാട് വീഡിയോയും അവരെ റിവ്യൂവും അതൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാവരും കാന്താരമൊക്കെ കണ്ടോയെന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ആണെങ്കിൽ ദീപാവലീൻ്റെ ഇത് ഇന്നു മുതൽ നല്ലോണം ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കേട്ടോ. പടക്കങ്ങൾ പൊട്ടിക്കാനും എല്ലാ വീടുകളിലും ഒക്കെ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും കാണണം കേട്ടോ. മുംബൈയിൽ എങ്ങനെയാണ് ദീപാവലി ആഘോഷം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ പറ്റുന്നത്ര എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഏരിയ ആണ്. അങ്ങനെ ഓടി ഓടി ഞങ്ങളിതാ ടാക്കീസിലെത്താനായിട്ടാണ്. ലേറ്റായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. PVRലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് അകത്തെത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല കേട്ടോ. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ട് അത്രേ. നിങ്ങൾക്ക് ഏത് സമയത്താണ് സിനിമയൊക്കെ കാണാൻ പോകാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ. നമ്മളിപ്പോൾ ഇതാ രാവിലെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. വിചാരിച്ചതുപോലെ തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10-15 ആൾക്കാരുണ്ടായിട്ടുണ്ട് തോന്നുന്നത്. അങ്ങനെ ഇതാ മൂവി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻ്റർവെല്ലായ സമയത്ത് ഏട്ടനും അച്ഛനും കൂടി പോപ്കോണോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഷോപ്പുകളൊക്കെ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. അധികം തിരക്കൊന്നും ആയിട്ടില്ല, എന്നാലും ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലെങ്കിലും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ ഷോപ്പിലേക്കും ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛമ്മൻ സിനിമേൻ്റെ ഇടയിൽ വാങ്ങിയ പോപ്കോൺ തിന്ന് തീർന്നിട്ടില്ല. അതുകൊണ്ട് അത് വീട്ടിലോട്ട് എടുത്തിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മളിത് രാവിലെ കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയേ. 12 മണിയായിരുന്നു കേട്ടോ പുറത്തിറങ്ങുമ്പോൾ. അപ്പോഴത്തേക്ക് തന്നെ റോഡിൽ ആൾക്കാരൊക്കെ ആയി. കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നല്ല പകൽ വെളിച്ചമായിട്ടാ. പകൽ വെളിച്ചമല്ല, നട്ടുച്ചയായിരുന്നേ. 12 മണിക്കത്തെ നല്ല പൊരി വെയിലത്താന്ന് കേട്ടോ നമ്മുടെ മടക്കയാത്ര. എന്തായാലും സിനിമ കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈന്തപ്പനകളുടെ ഒക്കെ ഇടയിൽ കൂടി, ഈന്തപ്പനയാണെന്നോ എനിക്കറിയില്ല കേട്ടോ, കണ്ട ഈന്തപ്പന പോലെ ഇല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് സിനിമയുടെ ഒക്കെ റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആദ്യം വിചാരിച്ചത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഏതായാലും ഉച്ചയില്ലേന്നാണ്. അപ്പോഴത്തേക്ക് രാവിലെ ഞാൻ വരുമ്പോൾ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചോറ് വെന്ത് സെറ്റായിട്ടുണ്ട്. ഈ ഒരു റൈസ് കുക്കർ നല്ല കാര്യമാണ്. ചോറ് അതായത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ല വെന്ത രീതിയിൽ നല്ല പാകത്തിനുള്ള ചോറ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വെള്ളം വാർത്തെടുത്താൽ മാത്രം മതി. വരുമ്പോൾ നമ്മൾ ചിക്കനും വാങ്ങിയിട്ടാണ് വന്നത്. ചോറ് ഏതായാലും ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഫുഡ് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പം ഞാൻ ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ആക്കി ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതായാലും ഉച്ചയായില്ലേ, അപ്പോൾ ഇനി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ ചിക്കൻ വെച്ചത്. ബാക്കി മസാലകളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അരവിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും ഇത് മുഴുവൻ മല്ലിയില്ലേ, അത് വറുത്തിട്ട് അരക്കാന്നുള്ള പരിപാടിയാണ്. തേങ്ങ ചേർക്കുന്നില്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ മല്ലിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ചിക്കൻ കറീൻ്റെ അതേ രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് വഴറ്റി അതിന് ശേഷം അതിലോട്ട് ഉള്ളി ഇട്ടു. പിന്നെ അത് വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മസാല ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ വെന്തതിന് ശേഷം വഴറ്റിയതിലോട്ട് ആ ചിക്കൻ ഇട്ടു, അരപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ചിക്കൻ കുക്കറിൽ നന്നായിട്ട് വെന്തതാണ്. എന്നാലും ഈ മസാലയും വഴറ്റിയ തക്കാളി ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ എല്ലാം ഒന്ന് വെന്ത് കുറുകി നല്ല പാകത്തിന് സെറ്റായി കിട്ടും കേട്ടോ. ആ സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അതിലോട്ട് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്.
നല്ല നാടൻ കോഴിക്കറി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കോഴിക്കറി ആവുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാം തിളച്ച് വെന്ത് നല്ല സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കറി ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചിക്കൻ കറി ചോറ് അല്ലെങ്കിൽ ചിക്കൻ കറി പുട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.